വിദ്യാഭ്യാസ പ്രക്രിയയെ സാങ്കേതിക വിദ്യയുമായി കൂട്ടിയിണക്കുന്ന പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ തുടക്കം കുറിച്ച സ്ഥാപനമാണ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി അഥവാ SIET. രജത ജൂബിലി നിറവിൽ എത്തി നിൽക്കുന്ന ഈ സ്ഥാപനം ഡിജിറ്റൽ ഉള്ളടക്ക നിർമ്മാണം, വിദ്യാർത്ഥികളുടെ പ്രതിഭാ പോഷണം, അധ്യാപക ശാക്തീകരണം, വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യാ ഗവേഷണം എന്നീ മേഖലകളിലാണ് പ്രധാനമായും ശ്രദ്ധ പതിപ്പിക്കുന്നത്. പാഠഭാഗങ്ങളെ അധിഷ്ഠിതമായും പാഠ്യേതര വിഷയങ്ങളിലും വീഡിയോകൾ, അനിമേഷനുകൾ, ഇതര ഡിജിറ്റൽ ഉള്ളടക്കങ്ങൾ എന്നിവ തയ്യാറാക്കുന്നതിൽ ദേശീയ തലത്തിൽ ശ്രദ്ധേയമാകാൻ ഈ കാലയളവിൽ SIETക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്ത് ഏറ്റവും മികച്ച പ്രവർത്തനം SIET കാഴ്ചവെച്ചു. 1000-ലധികം ഡിജിറ്റൽ പാഠഭാഗങ്ങൾ തയ്യാറാക്കി. ഇന്ത്യയിൽ ആദ്യമായി ഗോത്രഭാഷകളിൽ ഡിജിറ്റൽ ഉള്ളടക്കങ്ങൾ തയ്യാറാക്കി ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടു. കായിക ആരോഗ്യ വിദ്യാഭ്യാസത്തിന് പിന്തുണ നൽകാൻ ഹെൽത്തി കിഡ്സ് എന്ന വീഡിയോ പാഠ പരമ്പര അവതരിപ്പിച്ചു. കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിലാദ്യമായി കലാവിദ്യാഭ്യാസത്തിന് പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയപ്പോൾ അതിന്റെ വീഡിയോ പാഠ രൂപാന്തരണം നിർവഹിച്ചതും SIET ആണ്. NSQF അധിഷ്ഠിതമായി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിനു വേണ്ടി വിവിധ തൊഴിൽ പരിശീലനത്തിന് സഹായകമാകുന്ന ഒട്ടേറെ വീഡിയോ പാഠങ്ങൾ നിർമ്മിച്ച് വിദ്യാർത്ഥികൾക്ക് എത്തിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ സവിശേഷ വിഷയങ്ങളായ സ്റ്റാറ്റിസ്റ്റിക്സ്, സൈക്കോളജി, ജേർണലിസം, ആന്ത്രപ്പോളജി, ഗാന്ധിയൻ സ്റ്റഡീസ്, ഫ്രഞ്ച്, ജർമ്മൻ, റഷ്യൻ, ഉറുദു, സംസ്കൃതം തുടങ്ങിയവയുടെ ഡിജിറ്റൽ പാഠഭാഗങ്ങളും ലഭ്യമാക്കി. പ്രതിഭാ പോഷണ പരിപാടികളുടെ ഭാഗമായി ഗോത്രജന വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് ദൃശ്യമാധ്യമ സാങ്കേതിക വിദ്യയിൽ പരിശീലനം നൽകുന്ന കിനാവ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. KR നാരായണൻ നാഷണൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പിന്തുണയോടുകൂടി വിവിധ ബാച്ചുകളിൽ വിദ്യാർത്ഥികൾ ദൃശ്യ സാങ്കേതിക വിദ്യ പരിശീലിച്ചു. ഞങ്ങൾക്കും ഈ ക്യാമ്പസിൽ വരാനും ഈ ഷോർട്ട് ഫിലിമിന്റെ ഒക്കെ ഭാഗമാകാനും സാധിച്ചതിൽ വളരെ നന്ദി. സാറുമാർക്ക് എല്ലാവർക്കും എനിക്ക് നിറഞ്ഞ നന്ദി. ബയോ ഇൻഫർമാറ്റിക്സ്, നാനോ ടെക്നോളജി, അറ്റ്മോസ്ഫിയറിക് സ്റ്റഡീസ് തുടങ്ങിയ നവസാങ്കേതിക വിദ്യകളിലും വിദ്യാർത്ഥികൾ പരിശീലനം നേടി. സാഹിത്യരചനയിൽ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്കായി അക്ഷരക്കൂട്ട് എന്ന വിദ്യാർത്ഥികളുടെ സാഹിത്യ കൂട്ടായ്മ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ രചിച്ച പുസ്തകങ്ങളുടെ പ്രദർശനം, എഴുത്തുകാരായ വിദ്യാർത്ഥികൾക്ക് റെസിഡൻഷ്യൽ ക്യാമ്പ്, വിവിധ സംവാദങ്ങൾ, കലാപരിപാടികൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയുള്ള അക്ഷരക്കൂട്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഇടം പിടിച്ച പരിപാടിയാണ്. ഞാൻ 3 പുസ്തകങ്ങളാണ് എഴുതിയിട്ടുള്ളത്. ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായും ഞങ്ങളെപ്പോലുള്ള യുവ എഴുത്തുകാർക്ക് വളരെയധികം പ്രചോദനാത്മകമായ ഒരു പരിപാടിയാണിത്. സാഹിത്യരചനയിൽ തൽപരരായ വിദ്യാർത്ഥികൾക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുവാനും എഴുതി പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ പ്രദർശിപ്പിക്കുവാനും അങ്ങനെ പ്രതിഭകളായ കുട്ടികളെ അംഗീകരിക്കുന്നതിനും വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള അക്ഷരക്കൂട്ട് ഇത് കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. കുട്ടികളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ഡിജിറ്റൽ ഉള്ളടക്ക നിർമ്മാണത്തിൽ ശേഷിയുള്ള അധ്യാപകരെ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി ജില്ലകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകർക്ക് സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, ഛായാഗ്രഹണം, ഡയറക്ഷൻ, എഡിറ്റിംഗ്, ആനിമേഷൻ എന്നിവയിൽ പരിശീലനം നൽകി അവരുടെ പൂൾ സജ്ജീകരിച്ചു. ടെക് റെഡി എഡ്യൂക്കേറ്റേഴ്സ് നെറ്റ്വർക്ക് ഇൻ ഡിസ്ട്രിക്ട് ട്രെൻഡ് പദ്ധതി ഇതിനായി നടപ്പാക്കി. 2ാം ഘട്ടമായി AI വീഡിയോ നിർമ്മാണത്തിലും അധ്യാപകർ അവഗാഹം നേടി. ട്രെൻഡ് പൂളിലെ അധ്യാപകർ ഇത്തരം ഡിജിറ്റൽ ഉള്ളടക്കങ്ങൾ നിർമ്മിച്ചു തുടങ്ങിക്കഴിഞ്ഞു. എഡ്യൂക്കേഷണൽ ടെക്നോളജി ഗവേഷണങ്ങളുടെ ഭാഗമായി അന്തർദേശീയ കോൺഫറൻസ് സംഘടിപ്പിച്ചു. വിദേശ സർവകലാശാലകളിൽ നിന്നുള്ള പണ്ഡിതർ അടക്കം ഇതിൽ പങ്കെടുത്ത് പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ഗവേഷണ പ്രബന്ധങ്ങൾ ഉൾപ്പെടുത്തി എഡ്യൂടെക് റിസർച്ച് ജേണൽ SIET പ്രസിദ്ധീകരിച്ചു വരുന്നു. സംസ്ഥാന സർക്കാരിന്റെ അകമഴിഞ്ഞ പിന്തുണയോടെ SIET പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ്. ഇതിനായി ദിശാബോധത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്.